വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. സംഘർഷാവസ്ഥ ഒഴിയാതെ കോട്ടായിൽ പാർട്ടി ഓഫീസിന് ചൊല്ലിയുള്ള തർക്കത്തിൽ രാത്രിയിലും നാടകീയ രംഗങ്ങൾ. പാർട്ടി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച കൊടിമരം CPM പ്രവർത്തകർ മുറിച്ചുമാറ്റി. CPM കയ്യേറിയ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പതാക ഉയർത്തി. പോലീസ് പൂട്ടിയിട്ട ഓഫീസ് തുറക്കാൻ ശ്രമമായി CPM പ്രവർത്തകർ. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. CPM കയ്യേറിയ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പതാക ഉയർത്തി. പ്രതിഷേധവുമായെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് പതാക ഉയർത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അനീതിയായിട്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ 70 കൊല്ലം ഞങ്ങൾ പാർട്ടി ഓഫീസിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്ന പാർട്ടി ഓഫീസാ. ഇന്ന് വന്ന് BJP മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPക്ക് പോയി, BJP കോൺഗ്രസിൽ വന്ന് കോൺഗ്രസിൽ വഞ്ചിക്കുന്ന മോഹൻ എന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അവനൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കണം. പറയണം, അവനക്കൊരു ആത്മാർത്ഥതയുണ്ട പാർട്ടിയോട്. അവനൊക്കെ അവന്റെ ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിയാണ് എന്ന് ആരും ധരിക്കരുത്. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് നിങ്ങൾക്ക് വ്യക്തമായിട്ടാണ്. ഞങ്ങൾ 10-50 വർഷം ഞങ്ങൾ ഈ പാർട്ടി ഓഫീസും കൊണ്ട് ഈ കോട്ടായിൽ ഈ 50 വർഷം ഈ പാർട്ടി ഓഫീസ് കൊണ്ട് പോവാണ്. ഞങ്ങൾ ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിലാണ് പോലീസ് വിന്യാസം. തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു. പാലക്കാട് കോട്ടായിൽ വൻ സംഘർഷാവസ്ഥയാണുള്ളത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചുവപ്പ് പെയിന്റ് അടിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. CPMലേക്ക് ചേർന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന K. മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് കമ്മിറ്റി ഓഫീസിലെത്തി ആദ്യം നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. പോലീസ് താഴിട്ട് പൂട്ടിയ ഓഫീസിന്റെ പൂട്ടുപൊളിക്കാൻ ഇവർ ശ്രമിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തേക്കെത്തി. മോഹൻകുമാറിനെയും CPM പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതോടെ സ്ഥലത്ത് ഉന്തും തള്ളുമുണ്ടായി. ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി. CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള വാക്കുതർക്കം കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങിയതോടെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. അവസാനം രാത്രിയോടെ കോൺഗ്രസ് വിട്ട പ്രവർത്തകർ കോട്ടായിലെ കോൺഗ്രസ് ഓഫീസിന്റെ അകത്തുകയറി CPM ഓഫീസായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകരെത്തി അവരുടെ പതാക വീണ്ടും സ്ഥാപിച്ചത്. അതിനകത്ത് 2 നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചത് എടുത്തു കളയാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാനത് ചെയ്തോളാം, നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട, താസാര് അയച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട് താസാർ. അപ്പോൾ താസാർ വരും, അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് SP ഇല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ ഞങ്ങൾ രാവിലെ വരും. പിന്നെന്താ SP വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കാൻ പറ്റില്ല. ദൈവത്തെ വിശ്വസിക്കും. അദ്ദേഹം നമ്മൾക്ക് വിധേയമായിട്ട് നിയമപരമായിട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ നാളെ ഞങ്ങൾ 9-10 കൂടി ഉണ്ട്. ഞങ്ങൾ അത് ചെയ്തിട്ടു. കയറിയതിനെതിരെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെന്തായാലും അതിക്രമിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം വേണ്ടത് ചെയ്യും എന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പതാക പാർട്ടി വിട്ടവരുടെ നേതൃത്വത്തിൽ മാറ്റിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.